ഗുഡ് ഈവനിങ് എവ്രി വൺ. ക്ലാസ് റെക്കോർഡിങ്ങിലാണ്. നമ്മൾ നാളെ മോർണിംഗോട് കൂടിയിട്ട് ലിങ്ക് ഷെയർ ചെയ്യും. ഓക്കെ. സോ നമ്മൾ ആദ്യം നമ്മുടെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ക്ലാസ് ഇനി എങ്ങനെയാണ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ ക്ലാസ് റൂം ഇംഗ്ലീഷാണ്. ക്ലാസ് റൂമിൽ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ വിദ്യാർത്ഥിനികളെ എങ്ങനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, അവരോട് എങ്ങനെ ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും, അതുപോലെ തന്നെ നിങ്ങളുടെ സഹപ്രവർത്തകരുമായിട്ട് നിങ്ങളെ കൂടെ സ്കൂളിൽ ജോലി ചെയ്യുന്ന മറ്റു അധ്യാപികമാരുമായി എങ്ങനെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയും, ആ ഒരു ഭാഗം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇനി അങ്ങോട്ടുള്ള കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് നിങ്ങൾക്ക് എടുത്തു തരാം കേട്ടോ. ടെക്സ്റ്റ് അല്ല, ടെക്സ്റ്റ് ക്ലാസ്സുകൾ ആഴ്ചയിൽ ഓരോ ക്ലാസ് വീതം ഉണ്ടാവും. കൃത്യമായിട്ട് എക്സാമിന് മുമ്പ് തന്നെ ഒരുവിധം സിലബസൊക്കെ നമ്മൾ കവർ ചെയ്തിരിക്കും. പക്ഷേ ഇപ്പോൾ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ അതിൻ്റെ ഇനിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്? സൗണ്ട് ഇവിടുന്ന് മാക്സിമം ആണ്. ഇവിടെ മാക്സിമം സൗണ്ടിലാണ് ക്ലാസ്. വേറെ ആർക്കും ക്ലാസ്സിൻ്റെ ഇഷ്യൂ ഉണ്ടോ? സൗണ്ടിൻ്റെ ഇഷ്യൂ വരുന്നുണ്ടോ? അല്ല. ഓക്കെ. അപ്പോൾ അത് എൻ്റെ ഇവിടുത്തെ ഇഷ്യൂ ആണെങ്കിൽ എല്ലാവർക്കും ഉണ്ടാവേണ്ടതാണ്. നിങ്ങൾ ഒന്ന് ക്ലാസ്സിൽ നിന്ന് ലെഫ്റ്റ് ആയിക്കാണ്ട് വീണ്ടും ജോയിൻ ചെയ്ത് നോക്കൂ കേട്ടോ. അത് എല്ലാവർക്കും കൂടെ നിർദ്ദേശമാണ്. നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ക്ലാസ്സിന് വരുമ്പോൾ സ്റ്റക്ക് വരാം, സൗണ്ട് കുറയാം, വീഡിയോ കിട്ടാത്ത അവസ്ഥ വരാം, ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ കഴിയാത്ത അവസ്ഥയും വരാം. ഓക്കെ. അപ്പോൾ എല്ലാത്തിനുമുള്ള ഒരു നിർദ്ദേശം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നിങ്ങൾക്കിതൊക്കെ അറിയാം, എങ്കിലും ക്ലാസ് എടുക്കുന്ന അധ്യാപകൻ നിനക്ക് ആ ഒരു കാര്യം എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് പറഞ്ഞുതരാം. നിങ്ങൾ എല്ലാ വിഷയവും ക്ലാസ്സിന് ജോയിൻ ചെയ്യേണ്ട മുമ്പായിട്ട് നിങ്ങൾ ഫോണൊന്ന് ക്ലാസ് ക്ലിയർ അല്ലല്ലേ, അതിന് സംഭവം ക്ലിയർ ആക്കാനുള്ള പണി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പോൾ ക്ലാസ് ക്ലിയർ അല്ലാത്തവർ ജസ്റ്റ് ക്ലാസ്സിൽ നിന്നൊന്ന് ലെഫ്റ്റ് ആവുക, എന്നിട്ട് ഫോണൊന്ന് റീസ്റ്റാർട്ട് ചെയ്യുക. ഒരു 2-3 മിനിറ്റ് സമയം എടുക്കും ഒന്ന് റീസ്റ്റാർട്ടായി വരുമ്പോഴേക്കും. ഫോൺ ഓഫാക്കി ഓണാക്കുക. ഓഫാക്കി അപ്പം തന്നെ ഓണാക്കരുത്. ഓഫാക്കിയിട്ട് ഒരു അര മിനിറ്റ് 30 സെക്കൻഡ് കേട്ടോ. ഇനി 30 മിനിറ്റ് അല്ല, അങ്ങനെ കരുതരുത്. ഒരു അര മിനിറ്റ് 30 സെക്കൻഡ് കഴിഞ്ഞ ശേഷം ഫോൺ വീണ്ടും എന്ത് ചെയ്യുക, ഫോണ് ഓപ്പൺ ആക്കുക, സ്റ്റാർട്ടാക്കുക. എന്നിട്ട് നിങ്ങൾ ലിങ്കിൽ കയറി നോക്കുകൊണ്ട് ഒരുവിധം ഇഷ്യൂസുകളൊക്കെ മാറിക്കിട്ടും കേട്ടോ. ഓക്കെ. അപ്പോൾ അതാണ് ആമുഖമായിട്ട് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും ക്ലാസ്സിന് കയറുന്ന മുമ്പായിട്ട് ഇപ്പോൾ നമ്മളൊരു 7:10 ലിങ്ക് അയക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 മണിയാകുമ്പോൾ റെഡി ആവുക. ഞാൻ പറഞ്ഞ പണി ചെയ്യുക. ഫോണ് ഓഫ് ചെയ്യുക, ഓണാക്കുക, അഥവാ റീസ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോഴത്തെ ഫോണിലൊക്കെ തന്നെ റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. എന്നാൽ പഴയ ഫോണുകളിൽ റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവണം എന്നില്ല. ഇനി ചിലപ്പോൾ റീബൂട്ട് എന്നാവും വരിക. ഈ റീബൂട്ട് എന്ന് പറഞ്ഞാലും റീസ്റ്റാർട്ട് തന്നെയാണ് സംഭവം കേട്ടോ. അങ്ങനെ ചെയ്താൽ മതി. എന്നാൽ നിങ്ങളെ ഒരുവിധം ക്ലാസ്സുകൾ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. ഓക്കെ. ഈ നെറ്റ്വർക്ക് ഇനി ഭയങ്കര ഇഷ്യൂ വരികയാണെങ്കിൽ എന്നെ പേഴ്സണലായി ഒന്ന് കോൺടാക്ട് ചെയ്യുകൊണ്ടു. അതിനും ഒരു പോംവഴിയുണ്ട്, ഞാൻ പറഞ്ഞത്. റേഞ്ച് കൂട്ടാൻ വഴിയില്ല. റേഞ്ച് കൂട്ടാൻ നമ്മൾ പെരൻ്റെ മേലെ ടവർ കൊടുന്ന് വെക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ റേഞ്ച് നമുക്ക് കണ്ടെത്താം, നമ്മളെ വീടിൻ്റെ ഏത് ഭാഗത്താണ് റേഞ്ച് ഉള്ളത് എന്നുള്ളത്. അതിനുള്ള ചില കുറുക്ക് വഴികൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് അങ്ങനെയുള്ളവർക്ക് മാത്രമേ ആവശ്യമുള്ളൂ, എല്ലാവർക്കും കൂടി വേണ്ട. ഓക്കെ. ഇനി എല്ലാവരും ഇന്ന് എൻ്റെ ക്ലാസ് കഴിഞ്ഞ ശേഷം നന്നായിട്ട് ഡിസ്കഷൻ ഗ്രൂപ്പിൽ വരണ്ട. കാരണം ഈ റേഞ്ച് കൂട്ടാനുള്ള വഴി എന്താണെന്നറിയാൻ ഭയങ്കര താല്പര്യം ഉണ്ടാവും കേട്ടോ. നമ്മളെ വീട്ടിൽ ഏത് ഭാഗത്താണ് റേഞ്ച് കൂടുതലുള്ളതെന്ന് അറിയാനുള്ള ചില മാർഗങ്ങളുണ്ട്. അവിടെ പോയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് നെറ്റൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒന്നുകൂടി സ്പീഡ് കൂടും, അത്രയേ ഉള്ളൂ. അത് ഫോൺ റീസ്റ്റാർട്ട് ചെയ്താൽ സ്പീഡ് കൂടും കേട്ടോ. അപ്പോൾ ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ ക്ലാസ്സുകൾ ഇപ്പം മിനിയാന്ന് നമ്മൾ ക്ലാസ് ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്തു. ദാറ്റ് മീൻസ് കഴിഞ്ഞ മൺഡേ. അപ്പോൾ ഇനി അങ്ങോട്ട് ക്ലാസ്സുകൾ ഓരോ വിഷയവും ക്ലാസ്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ശനിയാഴ്ചകളും ഞായറാഴ്ചകളും ലീവ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ലീവ് ആവില്ല, നിങ്ങൾക്ക് അത്യാവശ്യം പണി ഉണ്ടാവും കേട്ടോ. ഓക്കെ. അപ്പോൾ ഇനി കുറച്ചൊക്കെ വർക്ക് ചെയ്യാനുണ്ടാവും. അപ്പോൾ നെറ്റ്വർക്ക് ഒരു പ്രോബ്ലം തന്നെയാണ്. അപ്പോൾ അത് സോൾവ് ചെയ്യാനുള്ള വഴി പറഞ്ഞൊന്നു മാത്രം. ഓക്കെ. ഇനി നമ്മുടെ ക്ലാസ്സുകൾ ഇനി മുമ്പോട്ട് പോകൽ
യൂട്യൂബ് ഇപ്പം നമുക്കറിയാമല്ലോ, ഇപ്പോൾ നമുക്ക് സ്വതന്ത്രമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു വീഡിയോ ആപ്പ് എന്ന് പറഞ്ഞാൽ യൂട്യൂബാണ്. അതെല്ലാവർക്കും കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ അത് ഡിപ്പെൻഡ് ചെയ്യേണ്ടത് കേട്ടോ. മറ്റു പല പ്ലാറ്റ്ഫോമുകൾ ഉണ്ടെങ്കിൽ പോലും അത് പലർക്കും അത് ഉപയോഗിക്കാൻ അറിയില്ല. എന്നാൽ യൂട്യൂബ് ഉപയോഗിക്കാൻ അറിയാത്തവർ നിങ്ങളെ മക്കൾ പോലും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് ഉറപ്പാണ് കാര്യം. പക്ഷെ നിങ്ങളെക്കാൾ കൂടുതൽ നിങ്ങളെ മക്കൾ ഉപയോഗിക്കുന്നുണ്ടാവും യൂട്യൂബ്. ഓക്കെ, നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് നമുക്ക് യൂട്യൂബിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കണ്ട് ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട്. ഒരു പക്ഷേ നമ്മൾ ഇതിനു വേണ്ടി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഫോം ചെയ്യും. അതിൽ നിങ്ങൾ മാത്രമാവില്ല, വേറെ അനേകം കുട്ടികൾ ഉണ്ടായിരിക്കും. ഓക്കെ കേട്ടോ. ഞങ്ങൾക്ക് അങ്ങനെ ഗ്രൂപ്പ് ആളെന്നറിയാണെങ്കിൽ വേറെ ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കുറച്ച് സ്റ്റാറ്റസ് വീഡിയോ അല്ലെങ്കിൽ കുറച്ച് സ്റ്റാറ്റസ് ആയിട്ട് കുറച്ച് പോസ്റ്റുകൾ തരും. കുറച്ച് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട് നോട്ട്സാണത്. ആ നോട്ട്സ് കുറച്ച് കളർഫുള്ളാക്കി തരികയാണ്. ആ നോട്ട്സ് നിങ്ങൾക്ക് എന്താ പറയുക, പിന്നെ അതിൻ്റെ നോട്ട്സിൻ്റെ വിശദീകരണം യൂട്യൂബ് വീഡിയോ ആയിട്ട് ചെയ്തു തരുന്നുണ്ട്, ലിങ്കും തരുന്നുണ്ട്. അപ്പോൾ നോട്ട്സും ലിങ്കും ഉണ്ടാവും. ഒരു 2 ദിവസം കൂടുമ്പോൾ ഓരോന്ന് അയച്ചു തരുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ ഒരു 8-10 വാക്യങ്ങൾ, അതിൻ്റെ ഒരു ബേസിക്കായ നിയമങ്ങൾ യൂട്യൂബിൽ പറയും. അപ്പം നിങ്ങളതൊന്ന് കാണുക. അതുവഴി ഒരു പരിധി വരെ ഈ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എല്ലാവർക്കും സംഭവം ക്ലിയറായി കിട്ടും. ഞാൻ ഒന്ന് പറഞ്ഞുതരാം. നിങ്ങളോട് ആദ്യം പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ, ക്ലാസ് കേട്ടതുകൊണ്ട് മാത്രം ഇംഗ്ലീഷ് സംസാരിക്കാനും ഇംഗ്ലീഷിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും കഴിയുമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ഇതൊക്കെ വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോഴേ അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിച്ച ആ ഒരു ഗുണം, ആ ഒരു കാര്യം കിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ ഫ്രീ ടൈം കണ്ടെത്തിയിട്ട് ഇനി എങ്ങനെ, എപ്പോൾ നിങ്ങൾ മനസ്സിലുണ്ടാവും, സാറ് എങ്ങനെ പ്രാക്ടീസ് ചെയ്യും, സാറ് പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയണ്ടല്ലോ, അത് എന്താണ് ചെയ്യേണ്ടത്? ഇത് സിമ്പിളായി പറഞ്ഞാൽ മൗത്ത് ജിംനാസ്റ്റിക്സ്. ഇപ്പോൾ പേര് കേട്ട് ആരും പേടിച്ചണ്ട. പഠിച്ചവനെ, പിന്നെ ഈശ്വര ദൈവമേ, എനിക്കിഞ്ഞ് വായ കൊണ്ട് വെയിറ്റ് പൊക്കേണ്ടി വരുമോ, സാർ ജിമ്മ് എടുക്കാനൊക്കെയാണ് പറയേണ്ടത്. ഈ മൗത്ത് ജിംനാസ്റ്റിക്സ് എന്നുള്ള വേർഡ് ആദ്യമായിട്ട് യൂസ് ചെയ്തത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയാണ്. അതുകൊണ്ട് ഇത് ഞാൻ കണ്ടെത്തിയ വാക്കല്ല, അതേ പറയാണ് കേട്ടോ. ഓക്സ്ഫോർഡിൽ നിന്നും കാംബ്രിഡ്ജിൽ നിന്നും കോപ്പി ചെയ്യേണ്ടതാണ് ഞാൻ പഠിപ്പിക്കേണ്ട പല സാധനങ്ങളും. അല്ലാതെ നമുക്ക് സ്വന്തമായി കണ്ടെത്താനുള്ള കഴിവൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിൽ മലയാളത്തിൽ സാഹചര്യങ്ങൾ കരുതുക, ഇംഗ്ലീഷ് പറയുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് സിറ്റുവേഷൻ ഒന്ന് നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഹാബിറ്റ് അല്ലേ? നമ്മൾ ഫസ്റ്റ് പഠിച്ച സിറ്റുവേഷൻ ഏതായിരുന്നു? ഉണ്ടോ? എല്ലാവർക്കും ഓർമ്മയുണ്ടോ? ഹാബിറ്റ് ഓർമ്മയുണ്ടോ? ഹാബിറ്റ്. ഈ ഹാബിറ്റ് പറയാനും വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫോം എന്ന് പറഞ്ഞാൽ നോർമലി ഇപ്പോൾ ഞാൻ, ഐ, അതുപോലെ യു, നിങ്ങൾ, വി, ഞങ്ങൾ, ദേ, അവർ, ഈ വാക്കുകളെ കൂടൊക്കെ തന്നെ നമ്മൾ V1 ഫോം അതേപോലെ യൂസ് ചെയ്യുക. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഐ ഗോ ടു സ്കൂൾ എവ്രി ഡേ. ഐ ഗോ ടു സ്കൂൾ എവ്രി ഡേ. ഞാൻ എല്ലാ ദിവസവും സ്കൂളിൽ പോകാറുണ്ട്. അർത്ഥം പറയുമ്പോൾ ഞാൻ ഈ പറയുന്ന പോലെ തന്നെ പറഞ്ഞു പഠിച്ചോളുണ്ട്. സിറ്റുവേഷൻ 1 അതായിരുന്നു. സിറ്റുവേഷൻ ഇനിയും കൂടുതൽ വിശദീകരിക്കട്ടെ, കാരണം നമ്മളെ പ്ലാറ്റ്ഫോമിൽ ഇനിയും ഒത്തിരി സഹോദരിമാർ ഇങ്ങനെ ജോയിൻ ചെയ്ത് വരികയാണ്, അഡ്മിഷൻ എടുത്ത് വരികയാണ്. അവർക്ക് വേണ്ടി ക്ലാസ്സുകൾ റിപ്പീറ്റേഷനൊക്കെ ഉണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി സിറ്റുവേഷൻ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നമ്മളെന്താ പഠിച്ചത്? ഇപ്പം ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് സെക്കൻഡ് സിറ്റുവേഷൻ എന്തായിരുന്നു പഠിച്ചത്? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? പറയൂ. സെക്കൻഡ് സിറ്റുവേഷൻ യൂഷ്വലി, അതായത് യൂഷ്വലി, ജനറലി പോലുള്ള വേർഡുകൾ. ഞാൻ സിറ്റുവേഷൻ കറക്റ്റ് ആക്കി തരാം കേട്ടോ. സിറ്റുവേഷൻ ഇപ്പം എൻ്റെ മനസ്സിൽ തന്നെ ഓർഡറൊക്കെ തെറ്റിക്കെടുക്കുകയാണ്. കാരണം 100ഓളം സിറ്റുവേഷൻ ഉണ്ട്. അത് പലതും കൃത്യമായ ഓർഡറിലല്ല, അതുകൊണ്ടൊക്കെ ചേഞ്ച് ആവുന്നുണ്ട്. കാരണം അറിയാലോ, ഇതെല്ലാം പാടെ തലയിൽ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സിറ്റുവേഷൻ ബേസ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ പറയാൻ പഠിക്കുക. ആ സിറ്റുവേഷനിലുള്ള മലയാള കാര്യങ്ങൾ മനസ്സിൽ കരുതുക, അത് ഇംഗ്ലീഷിൽ പറയുക. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ ട്രാൻസ്ലേഷൻ അല്ല നിങ്ങളെ കൊണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ട്രാൻസ്ലേഷൻ അല്ല, പകരം
മലയാളത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആശയങ്ങളെ എങ്ങനെ ഇംഗ്ലീഷിൽ പറഞ്ഞ് ഫലിപ്പിക്കാം. അത് നിങ്ങൾക്ക് ചില മനസ്സിലായിട്ടുണ്ടാവില്ല. സാറ് അതന്നെയല്ലേ പരിഭാഷ എന്ന് പറഞ്ഞാൽ. അല്ല, പരിഭാഷയും മനസ്സിലെ ആശയങ്ങൾ നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞ് ഫലിപ്പിക്കലും പരിഭാഷയും വ്യത്യാസങ്ങളുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ഒരു കാര്യം പറയാം, വ്യത്യാസം പറയാനുണ്ടോ. ഓക്കെ, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഓഫ്ലൈൻ ക്ലാസ് എടുക്കുകയാണ് സങ്കല്പിച്ചോളൂ. എന്നെ കാണാൻ വേണ്ടി വരാന്തയുടെ പുറത്തൊരാൾ വന്നു. അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ, ആതിര എന്ന് പറയുന്ന നമ്മുടെ ടീച്ചർ ആ കാര്യം എന്നെ അറിയിക്കുകയാണ്. അപ്പോൾ ആ കാര്യം എങ്ങനെ എന്നെ അറിയിക്കുക? അപ്പോൾ ആതിര മനസ്സിൽ കരുതുന്ന എന്താണ് അല്ലേ? സാറിനെ കാണാൻ ആരോ ഒരാൾ പുറത്ത് വന്നിട്ടുണ്ട് അല്ലേ? സാറിനെ കാണാൻ ആരോ ഒരാൾ പുറത്ത് വന്നിരിക്കുന്നു. ഈ കാര്യം ആതിര എന്നെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇത് എൻ്റെ അടുത്ത് ആതിര പറയും. എങ്ങനെ പറയുക? ആദ്യം പറയും, സർ എക്സ്ക്യൂസ് മീ. അപ്പോൾ ഞാൻ പറയും യെസ്. അപ്പോൾ ആതിര പറയും, സർ സംബഡി ഹാസ് കം ടു സീ യു. സംബഡി ഹാസ് കം ടു സീ യു. കാരണം ആതിര മനസ്സിൽ ഉദ്ദേശം എന്താണ്? സാറിനെ കാണാൻ ആരോ ഒരാൾ വന്നിരിക്കുന്നു. സംബഡി ഹാസ് കം ടു സീ യു. ഇതാണ് മലയാളത്തിലുള്ള കാര്യം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. എന്താണ് പരിഭാഷപ്പെടുത്തിയത്? ഞാൻ പറഞ്ഞ പരിഭാഷയല്ല. ആതിര ഈ ഒരു കാര്യം ആതിരക്ക് പല രീതിയിലും പറയാം. രണ്ടാമതായിട്ട് അവർ പറഞ്ഞാൽ അവരുടെ മനസ്സിലുള്ള എന്താണ്? സാറിനെ കാണാൻ വേണ്ടി പുറത്തൊരാൾ വന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് സാറിനൊരു വിസിറ്റർ ഉണ്ട്. ആ കാര്യം സാറെ അറിയിക്കണം. അപ്പോൾ ആതിരനോട് പറഞ്ഞു, എക്സ്ക്യൂസ് മീ സാർ. ഞാൻ പറഞ്ഞു യെസ് സർ, യു ഹാവ് എ വിസിറ്റർ. എന്താ പറഞ്ഞത്? യു ഹാവ് എ വിസിറ്റർ. കണ്ടോ, ഇത് പരിഭാഷയാണോ? അല്ല. ആരോ ഒരാൾ സാറിനെ കാണാൻ വന്നിരിക്കുന്നു എന്ന കാര്യം തന്നെയാണ് യു ഹാവ് വിസിറ്റർ എന്ന ആ ഒരു ഇംഗ്ലീഷ് വാക്യത്തിലൂടെ ആതിര ടീച്ചർ എൻ്റെ അടുത്ത് പറഞ്ഞത്. കാര്യം മനസ്സിലായോ? അപ്പൊ നമ്മൾ ഇങ്ങനെ പരിഭാഷപ്പെടുത്തുന്നത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ പരിഭാഷപ്പെടുത്താൻ ഒരുപാട് ചില ന്യൂനതകളൊക്കെ അതിന് വരുന്നുണ്ട്. നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ഇംഗ്ലീഷ് മലയാള കാര്യങ്ങൾ ഇംഗ്ലീഷിലേക്ക് ആശയം ചേഞ്ച് ചെയ്യാം. അതാണ് പറഞ്ഞത് അല്ലേ? ഇപ്പോൾ എന്നെ കാണാൻ വേണ്ടി പുറത്ത് ആരോ ഒരാൾ വന്നിരിക്കുന്നു. അതായത് എനിക്കൊരു സന്ദർശകനുണ്ട്. ഇത് രണ്ടും ആശയം ഒന്ന് തന്നെയാണ്. ആ ഒരു ആശയമാണ് ടീച്ചർ എന്നോട് പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായോ ആ കാര്യം? അതാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾക്ക് സിറ്റുവേഷൻ ബേസ് ചെയ്തുകൊണ്ട് ഓരോ കാര്യങ്ങളും കറക്റ്റായിട്ട് പറയാനും അത് യൂസ് ചെയ്യാനും നമുക്ക് കഴിയണം. ഒരു 25 സിറ്റുവേഷനൊക്കെ നമുക്ക് മാക്സിമം ഈ ക്ലാസ്സിലൂടെ എടുത്ത് ഫലിപ്പിക്കാൻ കഴിയുള്ളൂ. കാരണം അപ്പോഴേക്കും നിങ്ങൾക്ക് ക്ലാസ് റൂം ഇംഗ്ലീഷ് ഏകദേശം സ്വായത്തമായിട്ടുണ്ടാവും. എല്ലാവരും അതിനുവേണ്ടി കാത്തിരിക്കുക. അപ്പോൾ ക്ലാസ് റൂമുമായി ബന്ധപ്പെട്ട ഇംഗ്ലീഷ് ക്ലാസ്സുകൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും മറ്റുമൊക്കെ വരും. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ട നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് തരും. എല്ലാവരും അത് ഫോളോ അപ്പ് ചെയ്യുക. ഓക്കെ കേട്ടോ? കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിൻ്റെ കൂടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ നമ്മളെ മുമ്പിൽ കുറേ വഴികളുണ്ട്. ഒരു പക്ഷേ നമ്മുടെ തലമുറക്ക് ഇല്ലാതിരുന്നതും എന്നാൽ ഇപ്പോഴുള്ള തലമുറകൾക്ക് കൂടുതലായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. ഒന്നാമത്തെ കാര്യം യൂട്യൂബിൽ നമ്മൾ ഈ ഷോർട്ട് വീഡിയോ കണ്ടുള്ള ബുദ്ധിയും കൂടി നശിക്കാൻ കൂട്ടാക്കാതെ ഗുണകരമായിട്ട് യൂസ് ചെയ്യാം. എന്തായാലും ഇപ്പോൾ കുടുംബങ്ങളിൽ ആ പേര് വന്നു, നിങ്ങൾ ടീച്ചറാവാൻ പോവുകയാണെന്നുള്ളത്. അതായത് നനഞ്ഞു, ഇനി മുങ്ങി കുളിച്ച് കയറാം. നല്ല വില കൂടിയ സോപ്പ് തേച്ച് മുങ്ങി കുളിച്ച് കയറാം. അപ്പോൾ കുടുംബത്തിലൊക്കെ പേര് വന്ന് നമ്മൾ രഹസ്യമായിട്ടാണ് ഈ കോഴ്സ് പഠിക്കേണ്ടതൊക്കെ സത്യമാണ്. പക്ഷെ നോക്കോണ്ട് നിങ്ങളെ കുടുംബത്തിലെല്ലാവരും ഇനി കുറച്ചുകൊണ്ട് കഴിഞ്ഞാൽ എടി എൻ്റെ കോഴ്സ് എന്തായി, ഇത് ടീച്ചറാൻ പഠിച്ചിരുന്നില്ല. നമ്മൾ മൂക്കത്ത് വിരൽ ചോവും പടച്ചമ്പുരാനെ എങ്ങനെ ഇപ്പോൾ ഇവർ ഇത് കാര്യമൊക്കെ അറിഞ്ഞത്? ഇതൊക്കെ അറിയിപ്പിക്കാൻ വേണ്ടി പ്രത്യേക ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ നമ്മുടെ കുടുംബങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. BBC CNN ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ, എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇനി എന്തായാലും നനഞ്ഞു, ഇനി ഇത് അസലായിട്ട് മുങ്ങി കുളിച്ചാണ്ട് കയറുക.
ലാംഗ്വേജ് നല്ല സ്കിൽ ഉണ്ടാക്കാൻ വാശിയോട് കൂടി നിങ്ങളിപ്പോൾ ഈ കോഴ്സിന് ജോയിൻ ചെയ്യാൻ വേണ്ടി കുടുംബങ്ങളിൽ കുറച്ച് കുറച്ച് കുറുമ്പ് കാട്ടിയിട്ടുണ്ടാവും ഹസ്ബൻഡ് എടുത്ത് കുറച്ചൊക്കെ ഡിമാൻഡൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഒരു പെർമിഷൻ കിട്ടിയത്. ഇവിടെ ബാങ്ക് കൊടുക്കുന്നുണ്ട്. 1 മിനിറ്റ് ഒന്ന് പോസ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം ലാംഗ്വേജ് സ്കില്ല് ചെയ്യാനുള്ള കുറച്ച് വഴികളുണ്ട്. ഞാൻ പറഞ്ഞപ്പോൾ യൂട്യൂബ് നിങ്ങൾക്ക് അറിയാം യൂട്യൂബിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. യൂട്യൂബിൽ വെറുതെ ഇംഗ്ലീഷ് മലയാളം എന്നൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഇനി സ്പോക്കൺ ഇംഗ്ലീഷ് മലയാളം എന്നോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് മലയാളം എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ മലയാളത്തിലൂടെയുള്ള ക്ലാസ്സുകൾ കിട്ടും. അതുകൂടാതെ നിങ്ങൾ ഈ ഡെയിലി ഹണ്ട് അഥവാ ന്യൂസ് ഹണ്ടിൻ്റെ പുതിയ ഫോർമാറ്റാണ് ഡെയിലി ഹണ്ട്. ആ ഒരു ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാം. അറിയാലോ ഡെയിലി ഹണ്ട് ഇപ്പോൾ എല്ലാവർക്കും അറിയാം. കാരണം നമ്മൾ ഈ പത്രങ്ങൾ വായിക്കുന്നതിന് പകരം നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ പ്രയോജനപ്പെടുത്തുന്ന ഒരു ആപ്പാണ് ന്യൂസ് ഹണ്ട് അഥവാ ഡെയിലി ഹണ്ട്. അപ്പോൾ ഈ ഡെയിലി ഹണ്ടും ന്യൂസ് ഹണ്ടും ഒക്കെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആദ്യം മലയാളം ലാംഗ്വേജ് സെലക്ട് ചെയ്തുകൊണ്ട് മലയാള പത്രങ്ങൾ വായിക്കാം, പത്രങ്ങളിലെല്ലാം ന്യൂസുകൾ വായിക്കാം. പിന്നെ ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത് കഴിഞ്ഞത് നേരെ ഇംഗ്ലീഷ് കിട്ടും, അതും വായിക്കാം. അപ്പോൾ ഇനി നമ്മൾ ടീച്ചറായിട്ട് അതുകൊണ്ട് ഇറങ്ങുമ്പോൾ നമ്മൾ പറയില്ലേ സർവാഭരണ വിഭൂഷിതയായിട്ട് ഇറങ്ങുമെന്ന് പറയും മലയാളത്തിൽ. എന്ന് പറഞ്ഞാൽ എല്ലാ ആഭരണങ്ങളും അണിഞ്ഞുകൊണ്ട് ഇറങ്ങാമെന്ന്. ഞാൻ എല്ലാവരും ക്ലാസ്സിന് പോകുമ്പോഴുള്ള മാലയും ഒലമ്പാട അണിയണ്ട, അതല്ല ഞാൻ പറഞ്ഞത്. പകരം നമ്മളെ കയ്യിൽ എന്താ പറയുക അസറ്റ് വേണം. എന്താ അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ സംഭവം പറഞ്ഞുതരാം. ഇപ്പോൾ കഴിഞ്ഞ ഏപ്രിൽ മാസം ഞാൻ ഈ വെക്കേഷനിൽ എനിക്ക് ചെറിയൊരു വിനോദമുണ്ട്. എന്താ വെച്ചാൽ വെക്കേഷനിൽ ഈ 5, 6, 4 വയസ്സായിട്ടുള്ള കുട്ടികൾക്ക് നമ്മുടെ അടുത്തൊക്കെയുള്ള നമ്മുടെ സ്ഥാപനത്തിൻ്റെ അടുത്തൊക്കെയുള്ള കുട്ടികൾക്കും അഭ്യുദയകാംക്ഷികളുടെ മക്കൾക്കൊക്കെ തന്നെ ഞാൻ 2 മാസത്തെ വെക്കേഷൻ ക്ലാസ് വെക്കും. GK, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, മാത്സ്, ഈ ഒരു 3 സംഭവമാണ് അതിൽ കൊടുക്കുന്നത്. നമ്മൾ ഒരു അബാക്കസിൻ്റെ ഒക്കെ ക്ലാസ് പോലെ തന്നെ സംഭവം. അബാക്കസ് അല്ല കേട്ടോ, ഓക്കെ, അങ്ങനെ കൊടുക്കാറുണ്ട്. ഇതിൻ്റെ സ്കീം സിലബസ് ഒക്കെ ഞാൻ തന്നെ ഉണ്ടാക്കൽ. അപ്പോൾ ആ ക്ലാസ്സിൽ എൻ്റെ അടുത്ത് ഒരു കുട്ടി ഒരു സംശയം ചോദിച്ചു. നിങ്ങൾ മനസ്സിലാക്കണം, 5 വയസ്സായ ഒരു കുട്ടി വന്ന ഒരു സംശയമാണത്. ചോദിച്ചത് ഇതായിരുന്നു, സാറേ ഈ നിറം മാറുന്ന ഒരു പാറയുണ്ടോ ചോദിച്ചു. നിറം മാറുന്ന പാറ, റോക്ക്, ഇംഗ്ലീഷിൽ പറഞ്ഞ കളർ ചേഞ്ചിങ് റോക്ക്, നിങ്ങൾക്കറിയോ ഉണ്ടോ? കാരണം നിങ്ങളും ഭാവിയിൽ ഈ പിഞ്ചു മക്കളെ ഫേസ് ചെയ്യാൻ പോകുന്നവരാണല്ലോ അല്ലേ. 5 വയസ്സൊരു കുട്ടി 1ാം ക്ലാസ്സിലേക്ക്, അവ LKG UKG കഴിഞ്ഞ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പോവുകയാണ്. എൻ്റെ അടുത്ത് ചോദിച്ച സംശയമാണത്. സാർ അങ്ങനെയുള്ള ഒരു റോക്ക് ഉണ്ടോ? ഞാൻ ഓൾറെഡി ഈ ഒരു സബ്ജക്റ്റിൽ അത്യാവശ്യം എക്യുപ്ഡ് ആയതുകൊണ്ട് എനിക്ക് അപ്പം തന്നെ ക്ലിക്ക് ചെയ്തു. ഈ കുട്ടി ഉദ്ദേശിച്ചത് ഓസ്ട്രേലിയ എന്ന രാജ്യത്തിലെ സിഡ്നി എന്ന നഗരത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രേറ്റ് റോക്ക്, ലോകത്തെ ഏറ്റവും വലിയ പാറയാണ് ഈ കുട്ടി ഉദ്ദേശിച്ച് മനസ്സിലായി. അപ്പോൾ കുട്ടിക്ക് അതിൻ്റെ കാരണം അറിയണം. ഓക്കെ, അതിൻ്റെ കാരണം അറിയണം. അപ്പോൾ നിങ്ങളടുത്ത് ഞാൻ കാരണം പറയുകയാണ്. നിങ്ങൾ ഇന്ന് പിന്നെ ഗൂഗിളിൽ ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് റോക്ക് ഓഫ് ഓസ്ട്രേലിയ അല്ലെങ്കിൽ സിഡ്നി അടിച്ചു കഴിഞ്ഞാൽ ഈ നിറം മാറുന്ന ഈ ഭീമാകാരമായ പാറ കാണാൻ പറ്റും. ഈ പാറയുടെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ ഏകദേശം 7-8 കിലോമീറ്റർ വരും. അത്രയും വലിയ പാറ തന്നെയാണ്. ചെറിയ പാറ ഒന്നുമല്ല, വലിയ പാറയാണ്. ഒരു പഞ്ചായത്ത് മുഴുവൻ ഒരു പാറ ഉണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവുമോ അങ്ങനെയുള്ള പാറയാണ്. ഈ പാറ അതിരാവിലെ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ ഉദിക്കണ മുമ്പ് ഈ പാറയുടെ കളർ വയലറ്റും, ഉദിച്ചു കഴിഞ്ഞാൽ പിങ്കും, ഉദിച്ചതിന് ശേഷം സൂര്യൻ കുറച്ച് പൊങ്ങിക്കഴിഞ്ഞാൽ റെഡും, പിന്നെ യെല്ലോയും, ഉച്ചക്ക് വൈറ്റുമാണ്. മനസ്സിലായോ? ഇനി പേടിക്കണ്ട, ഇത് യക്ഷിയൊന്നുമല്ല. ഈ പാറൻ്റെ ആരോ മൈക്ക് ഓണാക്കിയിട്ടുണ്ട്. മൈക്ക് ഓഫ് ആക്കും കേട്ടോ. അവരുള്ള മൈക്ക് ഓണാണ്. മൈക്ക് ഓൺ ആക്കരുത്. ക്ലാസ് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് വരും. ഓക്കെ, അപ്പോൾ ഈ റോക്ക് മനസ്സിലായില്ലേ? ഈ റോക്ക് നിർമ്മിച്ച ഈ റോക്ക് പ്രകൃതിയിൽ ഈ റോക്ക് നിർമ്മിതമായ ഒരു പ്രത്യേകതരം ഗ്രാനൈറ്റ് ഉണ്ട്. അതിൻ്റെ പ്രത്യേകതയാണ് അതിൽ സൺലൈറ്റ് അടിക്കുമ്പോൾ നമ്മൾ 10ാം ക്ലാസ്സിൽ ഫിസിക്സിൽ പഠിച്ച ധവളപ്രകാശം,
സോറി, ധവളപ്രകാശമല്ല, ധവളപ്രകാശം മടിക്കുമ്പോൾ ഉണ്ടാവുന്ന ഓരോ ചേഞ്ചിങ് ആണ്. അല്ലാതെ ഇനി കല്ലിങ്കാട്ട് നീലി അവിടെ പോയി താമസിക്കുകയെന്ന് കരുതണ്ട. ഇതിങ്ങനെ ഫുൾ ടൈം കളർ ചേഞ്ച് ചെയ്യാൻ. കല്ലിങ്കാട്ട് നീലിയൊക്കെ അറിയില്ലേ? അവരവിടെ പോയി താമസിക്കുകയാണെന്നും കരുതണ്ട. അപ്പം ഞാൻ പറഞ്ഞ പോയിന്റ്, ഇങ്ങനെയുള്ള ഡൗട്ട്സുകൾ കുട്ടിച്ചൂട്ടിൽ ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടോ, ഞാൻ നിങ്ങളത് ഭയപ്പെടുത്തല്ല കേട്ടോ. ഇനി നാളെ തന്നെ മോണ്ടിസോറി കോഴ്സൊന്നും PPTC കോഴ്സൊന്നും ഒഴിഞ്ഞാണ്ട് പോകണ്ട. പടച്ചമ്പരാനെ, കുട്ടികൾ എൻ്റെ നേരത്ത് വരുമോ സംശയിച്ച്. പിള്ള മനസ്സിൽ കള്ളമില്ല എന്നാ പറയാ. അവന്മാർ നമ്മളെക്കുറിച്ച് വിചാരിക്കണം നമുക്കെല്ലാം അറിയാമെന്നാണ്. നമ്മളെ കാര്യം നമുക്കേ അറിയുള്ളൂ. അപ്പോൾ അവരിങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ചോദിക്കും. അവരെ ആദ്യം സ്നേഹിക്കാൻ പഠിക്കുക. അപ്പോൾ സംശയങ്ങളുടെ എണ്ണം കുറയും. അതിന് സ്നേഹം കൂടുമ്പോൾ സംശയം കൂടാൻ ചാൻസ് ഒക്കെ ഉണ്ട്. ഞാൻ ആ കുട്ടിക്ക് സംശയം കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു. അതിൻ്റെ ശേഷം പിന്നെ സംശയങ്ങൾ പൊടിപൂരായിരുന്നു ക്ലാസ്സിൽ. അത് വേറെ കാര്യം. അവസാനം പാരൻസ് വിളിച്ചിട്ട് പറയണം, ഇപ്പോൾ കുട്ടികൾ ക്ലാസ്സിന് വരാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. മടിയുള്ള കുട്ടിക്ക് വരെ സാറേ ക്ലാസ്സിന് വരാൻ ഇൻട്രസ്റ്റ് ഉണ്ട്. കാരണം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് താല്പര്യം ഉണ്ടാവും. അപ്പോൾ നമ്മൾ കുട്ടികളെ ഇൻട്രസ്റ്റും കൂടി നോക്കണം. അപ്പോൾ ഞാൻ ഇതിലൂടെ നിങ്ങൾക്കൊരു ടീച്ചർ ട്രെയിനിങ് കൂടി തരികയാണ്. കാരണം എന്താ വെച്ചാൽ കുട്ടികളെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ മരുന്ന് കൊടുക്കാൻ കേട്ടോ. മരുന്ന് മനസ്സിലായില്ലേ? പഠിപ്പിക്കേണ്ട എന്താണോ അത് കൊടുക്കണമെങ്കിൽ ആദ്യം അവരെ ചേർത്ത് പിടിക്കണം. ചേർത്ത് പിടിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും വല്ല കുരുത്തകൾ ഉണ്ടാവുകയാണെങ്കിൽ ഇടക്കൊന്ന് വടിയിട്ട് പൊട്ടിക്കും വേണം. വലിയ ഊക്കൊന്നും ഇല്ലാതെ ആണെങ്കിലും. അപ്പോഴേ ടീച്ചർ ആവുള്ളൂ. യെസ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, കുട്ടികളെ എടുത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മളതിനെ ശരിക്ക് ഡീൽ ചെയ്യണം. പേടിക്കേണ്ട ആരും കേട്ടോ. പേടിച്ചുകൊണ്ട് പിന്മാറാനുള്ളതല്ല ഇങ്ങനെയുള്ള സംരംഭങ്ങൾ. ധൈര്യമായിട്ട് നമ്മൾ ഈ ന്യൂസ് ഹണ്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്തുകൊണ്ട് അതിലിങ്ങനെയുള്ള വാർത്തകൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ലോകത്തെ മുഴുവൻ പിന്നെ ഇതുപോലുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവും. അതാണ് പൊതുവിൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ നമ്മുടെ സഹോദരി വർഗം, അതായത് സ്ത്രീ വർഗത്തെ ഞാൻ കുറച്ച് കാണില്ല. പക്ഷെ നമ്മൾ പൊതുവിൽ കണ്ടുവരുന്ന ഒരു പ്രവണത നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ്. GKയുടെ കാര്യത്തിൽ നമ്മുടെ ലേഡി ടീച്ചേഴ്സ് അല്പം പിറകിലാണ്. ഞാൻ പറഞ്ഞു ശരിയാണോ? ഇനി ക്ലാസ് കഴിഞ്ഞുകൊണ്ട് തന്നെ എൻ്റെ ഗ്രൂപ്പിൽ ഒന്ന് കണ്ട് എൻ്റെ പിന്നാലെ പൊങ്കാലിട്ട് വരരുത് കേട്ടോ. ഞാൻ കണ്ടു മറിഞ്ഞ ഒരു പ്രവണത നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു മാത്രം. GK കുറയുള്ള കാരണം നമ്മൾ തന്നെയാണ്. കാരണം നമ്മൾ പത്രം 7 അകലത്തേക്ക് നമ്മൾ അടുപ്പിക്കൂല. ഇനി പത്രം കിട്ടുകയാണെങ്കിൽ വരെ അതിൽ സിനിമ കോളം അല്ലെങ്കിൽ ചരമകോളം ഇങ്ങനെയുള്ള അല്ലെങ്കിൽ പരസ്യകോളം ഇത് കാര്യമായി നോക്കുള്ളൂ അല്ലേ? ഇങ്ങനെയൊക്കെയാണ് കാര്യമായി നോക്കുന്നത്. പത്രങ്ങൾ പ്രത്യേകിച്ച് രാഷ്ട്രീയപരമായ ന്യൂസുകൾ നമ്മൾ ശ്രദ്ധിക്കാറേ ഇല്ല. രാഷ്ട്രം നമ്മളതാണ്. ഡെമോക്രസിയിൽ നമ്മളും പങ്കാളികളാണ്. 5 കൊല്ലത്ത് ഒരിക്കൽ വോട്ട് ചെയ്യുമ്പോൾ മാത്രം പോരാ നമ്മുടെ ജനാധിപത്യ ബോധം. വർഷത്തിൽ ഫുൾ ഡേയും വേണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം കേട്ടോ? അതിന് പ്രത്യേകിച്ച് ഏജൊന്നും പ്രശ്നമില്ല കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് ഏജൊന്നും വേണ്ട. ഇനി ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം കേട്ടോ. ക്ലാസ് സമയം കളയല്ല. നിങ്ങൾ രാഷ്ട്രീയ രംഗത്തൊക്കെ ഒന്ന് നാളെ തന്നെ പാർട്ടി പിടിച്ച് കണ്ട് വരണ്ട. അങ്ങനെ ആ രാഷ്ട്രീയമല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ രാഷ്ട്രത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ നമ്മൾ അറിയണം. കാരണം ഇന്ന് പഞ്ചായത്തിലും നമ്മൾ ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തിലും 50-50 ആണ്. ഞാൻ ബിസ്ക്കറ്റിൻ്റെ പേരല്ല പറഞ്ഞത് കേട്ടോ. ബിസ്ക്കറ്റിൻ്റെ പേരല്ല, 50-50 ആണ്. എന്ന് പറഞ്ഞാൽ മിക്കവാറും ഈ പ്രാവശ്യം നിങ്ങളെ ഹസ്ബൻഡാണ് നിങ്ങളുടെ വാർഡ് കൗൺസിലറെങ്കിൽ അടുത്ത പ്രാവശ്യം അത് വനിതക്കുള്ളതായതുകൊണ്ട് ഹസ്ബൻഡ് അത് പുറത്തു പോകാൻ കൂട്ടാക്കൂല, നിങ്ങൾ തന്നെ പിടിച്ചു നിർത്തും. ഓക്കെ, ചാൻസ് ഉണ്ട്. അപ്പോൾ ഭരണത്തിൽ പങ്കാളികളാവാനുള്ള അവസരങ്ങൾ വരികയാണ് കേട്ടോ. ഇനി നാളെ തന്നെ ഈ കാര്യം പറഞ്ഞുകൊണ്ട് വീട്ടിൽ പോയി തിരക്കുണ്ടാക്കണ്ട. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. നമുക്ക് രാഷ്ട്രം അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യവും അറിഞ്ഞിരിക്കണം. ഒരു ടീച്ചർക്ക് ഇതൊക്കെ വേണം അല്ലേ? ചരിത്രം അറിയണ്ടേ അല്ലേ? താജ്മഹൽ എന്ന ആ ഒരു വലിയ ബിൽഡിംഗ് കാണുമ്പോൾ നിങ്ങളെ മനസ്സിലൊക്കെ വരുന്നത് ആരുടെ മുഖമാണ്? കാണാത്ത മുഖമാണെങ്കിലും നിങ്ങൾ സങ്കല്പിക്കുന്ന ഒരു മുഖമുണ്ടല്ലോ. ആരുടെ മുഖമാണ് വരുന്നത് താജ്മഹൽ കാണുമ്പോൾ? ഷാജഹാൻ ചക്രവർത്തിയുടെയും മുംതാസിന്റെയും മനോഹരമായ, നമ്മൾ കാണാത്തതുകൊണ്ട് കൃത്യമായിട്ട് എങ്ങനെയായിരിക്കും അവരുടെ മോച്ച എന്ന് പറയാൻ വയ്യ, ആ മുഖമാണ് വരുന്നത് അല്ലേ?
എന്നാൽ അതിനുശേഷം ഈ ലോകത്ത് എത്രയോ പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മരണപ്പെട്ടു പോയ ഒരു പ്രാണേശ്വരിക്കും വേണ്ടിയിട്ട് ഒരു പ്രാണേശ്വരനും ഒരു ബിൽഡിംഗ് പോലും പണിഞ്ഞിട്ടില്ല. സത്യം, നമ്മുടെ കാഞ്ചനമാലയ്ക്ക് വേണ്ടി മൊയ്തീൻ മുക്കത്ത് ഒരു ബിൽഡിങ്ങുകളും ഉണ്ടാക്കിയിട്ടില്ല. നേരെ മറിച്ച് മൊയ്തീന് വേണ്ടി കാഞ്ചനമാല അവിടെ എന്താ പറയുക, മൊയ്തീൻ സേവാ മന്ദിർ സ്ഥാപിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ഹിസ്റ്ററിയിൽ ഒരു ഭയങ്കര രസമുണ്ട്. അത് നന്നായിട്ട് ഹിസ്റ്ററി വായിച്ചു നോക്കണം. വായിക്കാനുള്ള പ്രവണത ഉണ്ടാക്കാൻ വേണ്ടി പറയില്ല കേട്ടോ, ഞാൻ വായിച്ച സത്യങ്ങൾ മനസ്സിലാക്കുകയാണ്. ഈ ഷാജഹാന് മുംതാസിനോട് പ്രണയമേ ഉണ്ടായിരുന്നില്ല. സത്യം അങ്ങനെയാണ്. ഇത് ഹിസ്റ്ററിൻ്റെ വേറെ ഭാഗമാണ്. ഷേർഷാ എന്ന് പറയുന്ന ഒരു സൈനിക തലവന്റെ ഭാര്യയായിരുന്നു മുംതാസ്. മുംതാസിനെ സ്വന്തമാക്കുക എന്ന താല്പര്യത്തോട് കൂടിയിട്ട് ഷേർഷയെ ചതിച്ച് വധിച്ച ചക്രവർത്തിയാണ് ഷാജഹാൻ. ഞാൻ ഷാജഹാൻ ശത്രു എന്നല്ല കേട്ടോ, ചരിത്രത്തിൽ അങ്ങനെയുള്ള ആളുകളുണ്ട്. ഇത് ഹിസ്റ്ററിയുടെ പിന്നാമ്പുറമാണ്. വായിച്ചാൽ അല്ലേ മനസ്സിലാവും. നമ്മുടെ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ വാക്കുകൾ എത്ര അർത്ഥവത്താണ്. വായിച്ചാലും വളരും, വായിച്ചില്ലേലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലേലും വളയും പറഞ്ഞ കാര്യങ്ങളുണ്ട്. അപ്പോൾ ന്യൂസ് ഹാൻഡൊക്കെ നോക്കിക്കൂടി, ഇഷ്ടംപോലെ കാര്യങ്ങൾ കിട്ടും. അതൊക്കെ നമുക്കുള്ളതാണ്, നമുക്കറിയണം, അറിവ് നമുക്ക് വേണം. നമ്മുടെ മക്കൾക്ക് തന്നെ പറഞ്ഞു കൊടുക്കാം. കൂടാതെ നമ്മളെ മക്കളെ പോലെ നമ്മൾ ഭാവിയിൽ സ്നേഹിക്കാൻ പോകുന്ന നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ വിദ്യാർത്ഥികൾക്കും അത് പറഞ്ഞു കൊടുക്കാം കേട്ടോ. അപ്പോൾ ന്യൂസ് ഹണ്ടിലൂടെ നമുക്ക് ഇംഗ്ലീഷും കിട്ടും, പിന്നെ മലയാളം കിട്ടും. GK-യും പവർഫുൾ ആവും, അതിൻ്റെ കൂടെ ഇംഗ്ലീഷ് ലാംഗ്വേജും പഠിക്കും. ഒരു വെടിക്ക് 2 പക്ഷിയാണ് അല്ലേ? അതൊക്കെ ശ്രമിച്ചു നോക്കി. അപ്പോൾ എല്ലാവരും നമുക്കിപ്പോൾ ഞാനും നിങ്ങളൊക്കെ മൊബൈൽ ഫോൺ ഒരു ദിവസം ഒരു 7, 8, 10 അല്ലെങ്കിൽ അതിലേറെയോ മണിക്കൂർ ഉപയോഗിക്കുന്നവരാണ്. നമ്മൾ ഉറങ്ങുന്നതിനേക്കാളും കൂടുതൽ സമയം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ഓക്കെ, അതുകൊണ്ട് തന്നെ അതിൽ നമ്മുടെ ഭാവിയിലേക്ക് ശോഭനമായ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഈ ഫോണ് യൂസ് ചെയ്യുക. ന്യൂസ് ഹണ്ട്, ഡെയിലി ഹണ്ട്, ഇത് സംഭവം ഒന്ന് തന്നെയാണ് കേട്ടോ. പഴയ കാലത്ത് ന്യൂസ് ഹണ്ട് ആയിരുന്നു, ഇപ്പം അതിൻ്റെ പേര് ഡെയിലി ഹണ്ട് എന്നാണ്. ഡെയിലി ഹണ്ട് എന്ന് ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ ടൈപ്പ് ചെയ്ത് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ന്യൂസൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ലാംഗ്വേജ് സ്കില്ല് കുറേശ്ശെ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. അതിൻ്റെ കൂടെ ഇംഗ്ലീഷ് സ്പീച്ചുകൾ മാക്സിമമായിട്ട് കേൾക്കുക. ടെഡെക്സ് എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോം ഉണ്ട് യൂട്യൂബിൽ. നിങ്ങൾ TEDx, ആ സ്പെല്ലിങ് വേണമെങ്കിൽ ഒന്ന് എഴുതി വെച്ചോ, TEDx. ഇത് ടെഡെക്സ് എന്നാണ് പറയാം. ടെഡെക്സ് നമ്മുടെ ശശി തരൂരൊക്കെ ഇതിൽ കത്തിക്കയറിയ ആളാണ്. ഇതിൽ ഒരുപാട് സെലിബ്രിറ്റികൾ ഇതിൽ സ്പീച്ച് ചെയ്തിട്ടുണ്ട്. ആ സ്പീച്ചുകൾ CC എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, യൂട്യൂബിലുള്ള ഒരു ഓപ്ഷനാണ് CC. ആ CC ഓണാക്കിക്കൊണ്ട് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അവർ പറഞ്ഞ് മനസ്സിലാക്കാനും കഴിയും. അതുവഴി നമുക്ക് നമ്മുടെ ലാംഗ്വേജ് കേൾക്കുന്ന ശേഷി വർദ്ധിപ്പിക്കാം. സംഭവം അറിയാലോ, ഇപ്പോൾ ഗൾഫിൽ നിന്നുകൊണ്ട് എൻ്റെ ക്ലാസ് ശ്രദ്ധിക്കുന്ന ആളുകൾ പ്രത്യേകം മനസ്സിലാക്കുക. നിങ്ങൾക്ക് നാട്ടിൽ വന്നുകൊണ്ട് നിങ്ങൾക്ക് ഗൾഫിലൊരു സ്കൂളിൽ ടീച്ചറായിട്ട് ഒരു ജോലി കിട്ടി വിസ അടിക്കണമെങ്കിൽ നാട്ടിലേക്ക് വരേണ്ടി വരും. നാട്ടിൽ നിന്ന് വിസ അടിക്കുള്ളൂ. പക്ഷേ ആ വിസൻ്റെ കൂടെ വിസ അടിക്കണമെങ്കിൽ നിങ്ങൾ ഒരു പേപ്പർ കൂടി കൊടുക്കേണ്ടതുണ്ട്. ആ പേപ്പറാണ്, അതിൻ്റെ പേരാണ് IELTS സർട്ടിഫിക്കറ്റ്. ഒരു നല്ലൊരു ഇംഗ്ലീഷ്, ഒരു ബ്രിട്ടീഷ് സ്കൂളിലാണ് നിങ്ങൾ ഒരു മോണ്ടിസോറി ട്രെയിനറായിട്ട് ജോലി ചെയ്യുന്നതെങ്കിൽ കിട്ടിയത് എങ്കിൽ അറിയാൻ നല്ല സാലറിയാണ്. അത്യാവശ്യം സ്റ്റാർട്ടിങ്ങിന് 3500 ദിർഹംസ് സാലറി കിട്ടും. അത് ആ സ്കൂൾ ഇൻ്റർനാഷണൽ ആണെങ്കിൽ. പക്ഷെ ലാംഗ്വേജ് സ്കിൽ നന്നായിട്ട് വേണം. ഓക്കെ, നമുക്ക് അവിടെ ജോലി ചെയ്യണമെങ്കിൽ വിസ വേണം. വിസ അടിക്കണമെങ്കിൽ നമ്മൾ IELTS സർട്ടിഫിക്കറ്റ് കൊടുക്കണം. എന്താണ് ഈ IELTS സർട്ടിഫിക്കറ്റ്? ശ്രദ്ധിക്കുക എല്ലാവരും. ഇൻട്രാക്റ്റീവ് ഇംഗ്ലീഷ് ലേണിംഗ് ആൻഡ് ട്രെയിനിങ് സിസ്റ്റം. ഇതിൻ്റെ ഒരു അബ്രിവേഷനാണ് IELTS. ഓക്കെ, ഇത് കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും ചേർന്ന ഓസ്ബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി നടത്തുന്ന ഒരു എക്സാമാണ്. എക്സാം എഴുതുന്ന ആരും ലണ്ടനിൽ പോകണ്ട. കോഴിക്കോട് എക്സാം സെൻറ്റർ ഉണ്ട്, ചെന്നൈയിൽ എക്സാം സെൻറ്റർ ഉണ്ട്, എറണാകുളത്തുണ്ട്, ട്രിവാൻഡ്രത്തുണ്ട്
കേട്ടോ. ആ എക്സാം നമുക്ക് ഓരോ വർഷം എക്സാം ചെയ്തുള്ള ഓപ്ഷൻ ഉണ്ട്. എക്സാം എഴുതി കഴിഞ്ഞാൽ നമുക്ക് 10ൽ 6 സ്കോറെങ്കിലും, ഇപ്പം ഞാൻ കൂടുതൽ ഡീറ്റെയിൽ പറഞ്ഞ എൻ്റെ വിഷയം വിടും, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന കാര്യം പറഞ്ഞുതരാണ്. 10ൽ 6 സ്കോറെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് IELTS നിങ്ങൾ പാസ്സാവും. സർട്ടിഫിക്കറ്റ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഓൺലൈനായി അയച്ചു തരും. അത് നിങ്ങൾ ഈ വിസ IELTS ശ്രദ്ധിക്കുക, IELTS. ഇത് ശ്രദ്ധിക്കുക, ഇത് ബ്രിട്ടീഷ് സ്കൂളുകളിലേക്ക് ഫുൾ നെയിം പറഞ്ഞുതരാം. ശ്രദ്ധിക്കുക എല്ലാവരും കേട്ടോ. മൈക്കൊന്ന് ഓഫ് ആയിക്കോളൂ. ഫുൾ നെയിം പറയാൻ പോവാണ്. ഇന്ററാക്റ്റീവ്, ജസ്റ്റ് എഴുതി വെച്ചോളൂ. ഇന്ററാക്റ്റീവ് ഇംഗ്ലീഷ് ലേണിംഗ് ആൻഡ് ട്രെയിനിങ് സിസ്റ്റം. ഓക്കെ, ഒന്നുകൂടി പറയാം. ഇന്ററാക്റ്റീവ് ഇംഗ്ലീഷ് ലേണിംഗ് ആൻഡ് ട്രെയിനിങ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഇന്ത്യ വിട്ട് നമ്മളെ ഇന്ത്യൻ്റെ പുറത്തേക്ക് ജോലിക്ക് പോകാൻ വേണ്ടിയുള്ള വിസ കിട്ടുള്ളൂ, അത് എവിടെയാണെങ്കിലും. എന്നാൽ ചില രാജ്യങ്ങളിലേക്ക് IELTS പറ്റൂല. ടോഫൽ എന്ന് പറയുന്ന പിന്നെ അമേരിക്കൻ്റെ വേറെ എക്സാം ഉണ്ട്. ഇതിൽ എന്താ പറയുക, അമേരിക്കൻ്റെ എക്സാം ഉണ്ട്, ഓസ്ട്രേലിയൻ എക്സാം ഉണ്ട്, ന്യൂസിലാൻഡിൻ്റെ എക്സാം ഉണ്ട്. പലതും പല എക്സാമുകളാണ്. നമുക്കെന്തായാലും ഇപ്പോൾ IELTS മാത്രം അറിഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ യൂട്യൂബിൽ നിന്നും ഒക്കെ സെർച്ച് ചെയ്ത് നോക്കുക, കിട്ടും. അപ്പോൾ ഇത് ഒരു നമ്മളെ ബാധിക്കുന്ന കാര്യം തന്നെയാണ്. നല്ല സ്കൂളിൽ നല്ല സാലറിയിൽ വർക്ക് കിട്ടിയിട്ടാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് അല്ലേ. അപ്പോൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ പഠിക്കുന്ന ഒരു 20% വിദ്യാർത്ഥിനികൾ, ടീച്ചേഴ്സ് പോലും എനിക്കറിയാം GCC രാജ്യങ്ങളിലാണ്. സൗദിയിലും ഖത്തറിലും ഒമാനിലും UAE-യിലൊക്കെ ഉണ്ട്. ഇപ്പോൾ ലൈവ് കാണുന്നവരുണ്ടാവും. അപ്പോൾ പിന്നെ എന്താ, അവർക്കും കൂടി ഭാവിയിൽ ഏറ്റവും പ്രയോജനകരമാവാനുള്ളൊരു മെത്തേഡാണ് ഞാൻ പറഞ്ഞു തന്നത് കേട്ടോ. നല്ല സാലറിയാണ്. കാരണം IELTS പാസ്സായിട്ട് 5000 6000 സാലറി എമൗണ്ട്, രൂപയല്ല കേട്ടോ, പിന്നെ 6000 റിയാലാണ് സാലറി വാങ്ങുന്ന അധ്യാപകരും UAE-യിലും സൗദിയിലൊക്കെ ഉണ്ട്. ഓക്കെ, അവർ എന്നോട് വാട്സപ്പിലൊക്കെ ഒക്കെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. 6000 റിയാൽ എന്ന് പറയുമ്പോൾ അത് ഇന്ത്യൻ കറൻസിക്ക് മാറ്റുമ്പോൾ നമ്മുടെ ഇന്ത്യൻ കറൻസി 1,30,000 ആയി കഴിഞ്ഞു. അഥവാ 1,30,000 രൂപ സാലറി ഉണ്ട്. മനസ്സിലായില്ലേ കേട്ടോ. അപ്പോൾ നമ്മളെ നാട്ടിലൊന്നും അത്ര സാലറി ഉണ്ടാവില്ല. ഓക്കെ, പിന്നെ അവിടെ വർക്ക് ചെയ്യാൻ ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇപ്പോൾ എന്നൊന്നും പറയുന്നില്ല. നമുക്ക് അതൊക്കെ വിശദമായിട്ട് ഇനി വരും ക്ലാസ്സുകളിൽ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ വേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ എല്ലാം കൊണ്ടും ടീച്ചറായിട്ട് ഒരുങ്ങുകയാണ്. അപ്പോൾ ലാംഗ്വേജ് ഒരു മെയിൻ വില്ലനായിട്ട് വരും. ലാംഗ്വേജിൽ നമ്മൾ വീക്കാണെന്ന് നമ്മൾ ഒരു ദിവസം 24 മണിക്കൂറും പറഞ്ഞുകൊണ്ടിരുന്നതുകൊണ്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് ഒരാളെ കാണണം, പഠിക്കുന്ന കാലത്ത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഏറ്റവും വീക്കായിട്ട് 50ൽ 1.5 മാർക്ക് മാത്രം, 7ാം ക്ലാസ് വരെ 1.5 മാർക്ക് മാത്രം 50ൽ വാങ്ങിയിരുന്ന, 1.2 മേലേക്ക് വാങ്ങാൻ കഴിയാത്ത ഒരാളെ കാണണമെങ്കിൽ നേരെ സ്ക്രീനിലേക്ക് നോക്കിക്കോളി. ധൈര്യമായി പറയാൻ തള്ളല്ല. എനിക്ക് ഈ 7th സ്റ്റാൻഡേർഡ് വരെ എൻ്റെ ഇംഗ്ലീഷ് മാർക്ക് 1.5 1.2 മേലേക്ക് പോയിട്ടില്ല. ഓക്കെ, പിന്നെ എനിക്ക് മാർക്ക് കൂടിയത് 8th നിന്നാണ്. 8th നിന്ന് പഠിക്കാനുള്ള ബോധം വെച്ചു. പിന്നെ വീട്ടിൽ നിന്ന് പഠനകാര്യങ്ങൾ സഹായിക്കാൻ എൻ്റെ ഫാദറും മദറും ഒന്നും മലയാളം പോലും എഴുത്തും വായനയും അറിയാത്തവരാണ്. ഓക്കെ, ഇന്നെൻ്റെ ക്വാളിഫിക്കേഷൻ വേറെയാണ്. ഇംഗ്ലീഷിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞതാണ് 2001 കോഴിക്കോട് ഫാറൂഖ് കോളേജിൽ നിന്ന് കഴിഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളെ ഷെയർ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വീക്കുള്ള നോക്കണ്ട. കാരണം വീക്കുള്ള ആളാണ് നമ്മളെങ്കിൽ നമുക്ക് പഠിച്ചാൽ പഠിയെന്നുള്ള കാര്യത്തിൽ ഞാൻ തന്നെയാണ് ഏറ്റവും വലിയ ഉദാഹരണം. ഒരു സൗകര്യം ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല, പഠിച്ചുണ്ടാക്കിയില്ലേ. വാശിയാണ്. ആ വാശി നമ്മളെ കൂടെ നന്നായിട്ട് വേണം. അതുണ്ടെങ്കിൽ നിങ്ങൾ വിജയിച്ചു. ഓക്കെ കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് ഞാൻ സ്പോക്കൺ ഭാഗത്ത് പോയിട്ടില്ല.
സ്പോക്കൺ ക്ലാസ്സുകൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. അത് എങ്ങനെ വരുന്നത് വെച്ചാൽ നിങ്ങൾ ഗ്രൂപ്പിൽ നമ്മൾ അതിനു വേണ്ടി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഞാൻ എന്തായാലും മാനേജ്മെൻറ്റുമായിട്ട് ഈ കാര്യം ഒന്ന് ഷെയർ ചെയ്യട്ടെ. ശേഷം നിങ്ങൾക്ക് മാനേജ്മെൻറ്റ് പെർമിഷൻ കിട്ടിയ ശേഷം നമ്മൾ ആ ഒരു ഗ്രൂപ്പ് ലിങ്ക് നിങ്ങളുടെ ഡിസ്കഷൻ ഗ്രൂപ്പിലേക്ക് അയച്ചു തരും. അപ്പോൾ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ആ ഗ്രൂപ്പിലേക്ക് നോട്ട്സ് അയച്ചു തരും, യൂട്യൂബ് ക്ലാസ് വീഡിയോ ലിങ്കും അയച്ചു തരും കേട്ടോ. ലിങ്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ലിങ്ക് അയച്ചു തരും. കൂടാതെ സ്റ്റാറ്റസ് വ്യൂ ഒക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതുവഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, നിങ്ങളുടെ ലാംഗ്വേജ് ഘട്ടം ഘട്ടമായി, ഒറ്റയടിക്കൊന്നും ലാംഗ്വേജ് അങ്ങോട്ട് ഫ്ലോ കിട്ടൂല. ഘട്ടം ഘട്ടമായിട്ട് മാത്രമേ ഈ ലാംഗ്വേജ് നല്ല ഫ്ലോ കിട്ടുള്ളൂ. സോ നല്ല കപ്പാസിറ്റി വേണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ you have the capacity to speak English well. Like you speak Malayalam. How do you speak Malayalam? How do you know Malayalam? So in such a way you have to speak English as well. Only through this method you can speak English like your mother tongue. So what is mother tongue means? Your മാതൃഭാഷ. ആ മാതൃഭാഷയെ പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ലാംഗ്വേജ് കപ്പാസിറ്റി അതുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ടു ദ സ്കൂൾ ആൻഡ് യു ക്യാൻ ജസ്റ്റ് കോൺവേഴ്സ് ഇൻ ഇംഗ്ലീഷ് വിത്ത് യുവർ ഇൻ്റർവ്യൂവർ. നിങ്ങളെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ ആരാവട്ടെ അവരുമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാം. അവർ പറയുന്ന ഇംഗ്ലീഷ് എന്ത് ഇംഗ്ലീഷ് ആവട്ടെ അല്ലേ. ഇപ്പം നിങ്ങൾക്ക് അവർ പറഞ്ഞ ഇംഗ്ലീഷ് മനസ്സിലായില്ല, അപ്പോൾ നിങ്ങൾ എന്താ അങ്ങോട്ട് പറയുക, സോറി എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അവർ വീണ്ടും പറഞ്ഞു തരുന്നത് സോറി എന്ന് പറഞ്ഞട്ടോ, അല്ലാതെ മിണ്ടാതെ ചിരിച്ചിരിക്കാൻ പാടില്ല. സോറി എന്ന് പറയുമ്പോഴേ നമുക്ക് ലാംഗ്വേജ് നന്നായി അറിയുന്നുള്ള പിന്നെ അയാൾക്ക് ബോധ്യമാവുള്ളൂ അല്ലേ. അങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കെന്താ നല്ലൊരു കപ്പാസിറ്റിയിലേക്ക് എത്താൻ കഴിയും. ഇനി നമുക്ക് ഡെമോക്കെ വരും. നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ, നമ്മുടെ ടെക്സ്റ്റൽ ക്ലാസ്സുകൾ ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് പോകുന്നതോടും എന്താ പറയുക, പിന്നെ നമ്മുടെ ക്ലാസ്സുകൾ ഇംപ്രൂവൈസ് ചെയ്ത് കണ്ട് പോകുന്ന കാലത്തോളം നമുക്ക് ഡെമോ ക്ലാസ്സുകളൊക്കെ വരും. അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷിൽ ഡെമോ ക്ലാസ് എടുത്തുകൊണ്ട് ഓഡിയോ, ഇനി കഴിയുകയാണെങ്കിൽ വീഡിയോ എനിക്ക് അയച്ചു തരേണ്ടി വരും. 1 മിനിറ്റൊക്കെ 2 മിനിറ്റൊക്കെ ഉള്ള വീഡിയോ മതിയാവും, അല്ലാതെ വലിയ വീഡിയോ ഒന്നും വേണ്ട. ഓക്കെ, അതിൻ്റെ ഫസ്റ്റ് ഘട്ടം നമ്മൾ ആദ്യം നിങ്ങളോട് പറഞ്ഞിരുന്നു, സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു. ഇനി അങ്ങനെ വരും, ഓരോന്ന് വരും ഇനി. അപ്പോൾ ഇതൊക്കെ നമ്മളെ ഉദ്ദേശിച്ചുള്ളതാണ്. അതിന് നമ്മൾ ഓരോരുത്തരും നന്നായിട്ട് ഒരുങ്ങുക. അതിൻ്റെ കൂടെ തന്നെ നന്നായിട്ട് ഒരുങ്ങുമ്പോൾ തന്നെ ആഗ്രഹം, അത് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ആഗ്രഹമാണ്. എപ്പോഴും നമുക്കൊരു അഭിലാഷം അല്ലേ, കിട്ടണം എന്ന വാശി വേണം, ആഗ്രഹം. ഞാൻ നിങ്ങളോടൊരു കഥ ഷെയർ ചെയ്തോ എനിക്ക് സംശയമുണ്ട്. ഞാൻ നിങ്ങളോട് നമ്മുടെ വിൽമ സ്മിത്തിൻ്റെ കഥ ഷെയർ ചെയ്തോ? മിൽമ അല്ല കേട്ടോ, വിൽമയാണ്. വിൽമ സ്മിത്തിൻ്റെ കഥ നിങ്ങളുമായി ഷെയർ ചെയ്തിരുന്നോ? ആള് ജീവനോടുണ്ട്. ആളിന്ന് 80-86 വയസ്സോളമായി ആള് ജീവനോടെ ഇരിക്കുകയാണ്. ഓക്കെ, ഇത് മറ്റാരുമല്ല, 964 പിന്നെ അമേരിക്കൻ ഒളിമ്പിക്സ് ടീമിൻ്റെ പരിശീലനം ഡാളസ് എന്ന സ്റ്റേറ്റിൽ നിന്ന് കുറച്ച് മാറിയുള്ള ഒരു റിമോട്ട് വില്ലേജിൽ നടന്നുകൊണ്ടിരിക്കെ അവിടുത്തെ കോച്ച്, ആ ടീമിനെ പരിശീലിപ്പിക്കുന്ന കോച്ച് ഒരു കുട്ടിയെ ശ്രദ്ധിക്കാനിടയായി. ആ കുട്ടിക്ക് 6 വയസ്സാണ് പ്രായം. 6 വയസ്സാണ് പ്രായം. ആ കുട്ടിയെ ആ കോച്ച് ശ്രദ്ധിക്കാനിടയായി. ആ കുട്ടിയെ ശ്രദ്ധിക്കാനുള്ള കാരണം വെച്ചാൽ കുട്ടിയുടെ 2 കാലും പിണഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ പിള്ളവാദം. ആ കുട്ടിക്ക് പിള്ളവാദം വന്നിരിക്കുകയാണ്. മനസ്സിലായില്ലേ? ആ കുട്ടി മുട്ടുകാലിൽ എഴിഞ്ഞുകാണ്ട് വരുമ്പോൾ ഈ കോച്ച് ശ്രദ്ധിക്കും. ഉച്ചക്കൊക്കെ അമേരിക്കൻ ടീമിൻ്റെ ഫുഡിൽ നിന്ന് എല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാവരും ആ കുട്ടിക്ക് കുറേശ്ശെ ഭക്ഷണം കൊടുക്കും. അങ്ങനെ ഈ കോച്ച് ആ കുട്ടിയുമായി അടുത്തു. ഒരു ദിവസം ചോദിച്ചു കോച്ച് കുട്ടിയോട്, മകളെ, നിന്റെ വെർ ഈസ് യുവർ പാരൻസ് ആൻഡ് ഹു ആർ ദേ ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞു കൊടുത്തു, എൻ്റെ പാരൻസ് ഞങ്ങൾ എന്താ പറയുക, വളരെ ദാരിദ്ര്യം ഉള്ളവരാണ്. അവർ എന്നെ തനിച്ചാക്കിയിട്ട് ഏർലി മോർണിംഗിന് അവർ കരിമ്പിൻ തോട്ടം അല്ലെ, പഞ്ചസാര കൃഷിയാണ് അവിടുത്തെ മെയിൻ. ഈ
ഷുഗർ കെയിൻ എന്താ പറയുക അതിലേക്ക് പോകും. അവർ സൂര്യൻ രാത്രി അവർ തിരിച്ചു വരുള്ളൂ. ഓക്കെ, അങ്ങനെ ഇവരെ ഈ കുട്ടിയുടെ പാരൻസിനെ കാണാൻ വേണ്ടി തീരുമാനിച്ചു ഈ കോച്ച്. കാരണം ഈ കുട്ടി അങ്ങനെ ഒറ്റക്കിട്ട് പോവാണ്. ഈ വീട്ടിൽ ഇവരുടെ ഈ ചെറിയ മരത്തിന്റെ പലകൾ അടിച്ചുണ്ടാക്കിയ ഈ ഹട്ടിൽ എന്താ പറയുക, അമേരിക്കയിലെ പഴയ കാലത്തെ വീടൊക്കെ അങ്ങനെയായിരുന്നു. സംശയമുള്ളവർ മാർക്ക് ട്വെയിൻ എന്ന ഇംഗ്ലീഷ് എഴുത്തുകാരൻ്റെ ആത്മകഥ വായിച്ചാൽ മതി, വേഗം മനസ്സിലാവും. അപ്പോൾ ഈ ഹട്ടുകൾ എന്ന് പറയുന്നതിന്, ഹട്ട് പറഞ്ഞാൽ കുടിലെന്ന് അർത്ഥം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കുടിലേക്ക് കുട്ടിയുടെ കൂടെ ഒരു ദിവസം വൈകുന്നേരം ഈ പാരൻസിനെ കാണാൻ വേണ്ടി കോച്ചും പോയി. അങ്ങനെ പാരൻസിനോട് ചോദിച്ചപ്പോൾ പാരൻസ് പറഞ്ഞു, ഞങ്ങളെ ഏറ്റവും വലിയ ദുഃഖമാണ് ഞങ്ങളുടെ ഈ കൊച്ചുമകള്. അവൾ 6 വയസ്സായിട്ട് പോലും അവൾക്ക് നിൽക്കാൻ പോലും കഴിയില്ല. കാരണം അവളെ കാലിന് സ്വാധീനമില്ല. അവൾക്ക് ഓപ്പറേഷൻ നടത്തിയാൽ ആ കാല് ഭേദപ്പെടും, പക്ഷെ അതിന് വരുന്ന ചാർജ് വളരെ വലുതാണ്. ഇത് പഴയ കാലത്താണ് കേട്ടോ, വളരെ വലുതാണ്. അപ്പം അത് തങ്ങൾ കഴിയില്ല. പക്ഷെ എങ്കിലും തങ്ങൾ കൂടുതൽ അധ്വാനിച്ച് നോക്കുകയാണ്. കുറച്ചെങ്കിലും ക്യാഷ് സ്വരൂപിച്ച് കാണ്ട് അതിനു വേണ്ട പകുതിയെങ്കിലും സംഘടിപ്പിക്കാൻ കഴിയും നോക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അമേരിക്കൻ കോച്ച് പറഞ്ഞു, നിങ്ങൾ ഒന്നുകൊണ്ടും നിങ്ങൾ വറിയാവണ്ട, ഈ കുട്ടിയുടെ ഓപ്പറേഷന് വേണ്ട മുഴുവൻ എമൗണ്ട് ഞാൻ വഹിച്ചോളാം എന്ന് പറഞ്ഞു. കാരണം നമുക്കറിയാം അമേരിക്കൻ നാഷണൽ ടീമിൻ്റെ, അതും അമേരിക്കൻ നാഷണൽ മൈക്ക് ഓഫ് ചെയ്യൂ കേട്ടോ, അവിടെ ആരുടെ മൈക്കോണാണ്. അപ്പോൾ ഈ നാഷണൽ ടീമിൻ്റെ കോച്ച് എന്ന് പറയുന്നത് നമുക്കറിയാം അത്രയും ഫേമസ് സെലിബ്രിറ്റി ആയിരിക്കും അദ്ദേഹം. അദ്ദേഹത്തിന് അമേരിക്കൻ നാഷണൽ ടീമിൻ്റെ ഫിസിയോയുമായിട്ടൊക്കെ നല്ല ബന്ധമാണ് ഈ കാര്യം. ഫിസിയോ എന്ന് പറഞ്ഞ ഡോക്ടേഴ്സാണ്. ഓക്കെ, എന്തായാലും ഇദ്ദേഹത്തിൻ്റെ കെയർ ഓഫിൽ കുട്ടിയുടെ ഓപ്പറേഷന് വേണ്ട എല്ലാ കാര്യവും ചെയ്തു. അങ്ങനെ ഓപ്പറേഷൻ, ഞാൻ കഥ ചുരുക്കി പറയാൻ കേട്ടോ, ഓപ്പറേഷൻ തിയേറ്ററിലേക്കാണ്ട് എൻ്റർ ചെയ്യുന്ന മുമ്പായിട്ട് ഈ 6 വയസ്സുകാരിയായ കുട്ടിയോട് ഈ കോച്ച് ചോദിച്ചു, നിന്റെ കോച്ച് മാത്രമല്ല കൂടെ മറ്റു ഡോക്ടേഴ്സും ഉണ്ട്, അവർ ചോദിച്ചു, അല്ല മകളെ, നിന്റെ ആഗ്രഹം എന്തൊക്കെയാണ്? ഇവള് ഭയങ്കര സംസാരത്തിലൊക്കെ ഭയങ്കര ചൊടിയാണ് കേട്ടോ. ഞാൻ ഇവളെന്ന് പറഞ്ഞതിൽ സോറി, അങ്ങനെ പറയാൻ പാടില്ല. കാരണം അവരൊന്ന് അമേരിക്കയുടെ ഏറ്റവും മികച്ച സെലിബ്രിറ്റിയാണ്. ഒക്കെ ഒരുപാട് സ്പീച്ച് നടത്തിയ മഹതിയാണ്. ഇവർ ഭയങ്കര ചൊടിയുള്ള കുട്ടിയാണ്. ഇവർ പറഞ്ഞു, ഐ ഹാവ് 2 ആംബിഷൻസ്, എനിക്ക് 2 ആഗ്രഹങ്ങളുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ഐ ഹാവ് ടു വിൻ ഗോൾഡ് മെഡൽ ഇൻ 400 മീറ്റർ ഹഡിൽസ്. എന്താ പറയുക, അമേരിക്കൻ നാഷണൽ ടീമിന് വേണ്ടി ഒളിമ്പിക്സിൽ 400 മീറ്റർ ഹഡിൽസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ചാടി ഓടലാണ്. ഓക്കെ, അത് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല, അപ്പം അതിൻ്റെ വേദിയല്ല. എനിക്കതിൽ ഗോൾഡ് മെഡൽ നേടണം. 2 കാല് തേച്ചുള്ള ഇന്ത്യക്കാർ വരെ പോയിട്ട് ബാക്ക് എന്നാണ് ഫസ്റ്റ്. നമ്മളെ അവസ്ഥക്ക് അങ്ങനെയാണ്. നമ്മൾ ഇവിടെയൊക്കെ ഭയങ്കര മേന്മ ഉണ്ടെങ്കിലും നമ്മൾ അവിടെ പോകുമ്പോൾ നമ്മൾ PT ഉഷയ്ക്ക് 4ാം സ്ഥാനത്ത് വരെ എത്തിയില്ലേ, അല്ലേ? അതാണ് നമ്മൾ ഏറ്റവും വലിയ നേട്ടമായി കാണുന്നത്. അതും 86 ഒളിമ്പിക്സിൽ. ഓക്കെ, എന്തായാലും ഇന്ന് നമുക്കറിയാം 2ാമത്തെ ആംബിഷൻ ചോദിച്ചു ഡോക്ടർ. അപ്പോൾ അവൾ പറഞ്ഞു, ഐ ഹാവ് ടു കോൺഗർ മൗണ്ട് എവറസ്റ്റ്. നല്ല ആഗ്രഹമാണ്, ഒന്ന് ആലോചിച്ച് നോക്കി അല്ലേ? 2 കാല് കുട്ടി, 2 കാലും ഇല്ല. എന്നിട്ട് ഫ്രം സീ ലെവല് 8848 മീറ്റർ ഹൈറ്റ് ഉള്ള, ഫീറ്റ് അല്ല, 8848 മീറ്റർ ഹൈറ്റ് ഉള്ള ലോകത്തെ ഏറ്റവും വലിയ കൊടുമുടിയാണ് മൗണ്ട് എവറസ്റ്റ്. അത് കീഴടക്കണം എന്നായിരുന്നു ആഗ്രഹം. ഓപ്പറേഷൻ കഴിഞ്ഞു. വിൽമ സ്മിത്ത് എന്ന പേരിൽ ഫേമസ് ആയ ഈ പെൺകുട്ടി 1978 നടന്ന ബെർലിൻ ഒളിമ്പിക്സിൽ 100 മീറ്റർ, 100 മീറ്റർ ഫോർ വിമൻ, 200 മീറ്റർ ഫോർ വിമൻ ആൻഡ് 400 മീറ്റർ ഹഡിൽസ് ഫോർ വിമൻ ആൻഡ് ലോങ് ജമ്പ്, ഈ 4 ഐറ്റംസിൽ ഗോൾഡ് മെഡൽ നേടിയിട്ട് വ്യക്തിഗത ചാമ്പ്യനായിട്ട് മാറി. എങ്ങനെയുണ്ട് ആഗ്രഹം അല്ലേ? കഴിഞ്ഞ കൊറോണൻ്റെ ഏകദേശം 1 വർഷം മുമ്പ്, കൃത്യമായി പറഞ്ഞ 2017 ആ വാർത്ത പേപ്പറിൽ കണ്ടു. 70 വയസ്സ്, 70 72 വയസ്സ് പ്രായമുള്ള ഈ വനിത, ആര്?
ഈ പറയുന്ന വിൽമ സ്മിത്ത് എവറസ്റ്റ് കൊടുമുടി കീഴടക്കി 72-ാം വയസ്സിൽ. നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ 72 വയസ്സായിട്ടുള്ള വല്യമാരും വല്യപ്പാരും അല്ലേ. വീട്ടിലേക്ക് കയറേണ്ട സ്റ്റെപ്പാണ്ട് കയറുമ്പോൾ തന്നെ ശ്വാസം കിട്ടൂല, നല്ല വലിയ നീക്കാരം അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ ഗൂഗിൾ അടിച്ചോളി, കിട്ടും. വിൽമ സ്മിത്തിൻ്റെ ഫുൾ ലൈഫ് ഹിസ്റ്ററിയും കിട്ടും. മനസ്സിലായല്ലോ കേട്ടോ. ഞാൻ ഈ പറഞ്ഞ പോലെ കിട്ടും നിങ്ങൾക്ക് അറിയില്ല, ഇത് ബുക്കിൽ നിന്ന് വായിച്ചതാണ്. ഈ വാശി ഇനി നാളെ തന്നെ നിങ്ങൾ വീടിൻ്റെ അടുത്തുള്ള കുന്നും മരുന്ന് കയറാൻ വേണ്ടി പോകണ്ട. ആ വാശിയല്ല ഞാൻ പറഞ്ഞത്. പഠന കാര്യത്തിൽ അതുപോലെ ലാംഗ്വേജ് സ്കില്ലിൽ ഇമ്പ്രൂവ് ചെയ്യുന്ന കാര്യത്തിൽ ഈ വാശി നിങ്ങൾ പ്രകടിപ്പിച്ചേ പറ്റൂ. ആർ യു റെഡി? ആ ധൈര്യം, ആ വാശി, ഓക്കെ റെഡി. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ആ ഒരു സ്വരം ഉണ്ടല്ലോ, അതിൻ്റെ ആഴങ്ങൾ, നിങ്ങളെ മനസ്സിൻ്റെ ആഴങ്ങൾ നിങ്ങൾ പറഞ്ഞ ആൻസറായിട്ട് ഞാൻ കാണുന്നു. കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. നമ്മൾ ടെക്സ്റ്റ് ബുക്ക് കേട്ടോ, ഞാൻ എൻ്റെ ഇതെടുത്ത് പറയല്ല, ആ ടെക്സ്റ്റ് ബുക്ക് എഴുതുണ്ടാക്കി അതിൻ്റെ പ്രിൻറ്റും ഫുള്ള് നിർവഹിച്ച് ഞാൻ തന്നെയാണ്. എൻ്റെ 1.5 മാസത്തെ അധ്വാനമാണ് ആ ബുക്ക്, അറബി ഉൾപ്പെടെയുള്ള ആ ബുക്ക്. അപ്പോൾ അതിൻ്റെ വെളിച്ചൊരു കാര്യം പറയുകയാണ്. ഒരു മോണ്ടിസോറി പ്രീ പ്രൈമറി അറബിക് ടീച്ചർക്ക് ലൈഫ് ലോങ് അറിയേണ്ട മുഴുവൻ കാര്യങ്ങളും നിങ്ങൾ ബുക്ക് വായിച്ചു നോക്കിയിട്ടുണ്ടാവൂലേ. ഇപ്പം നമ്മൾ ക്ലാസ് ടീച്ചർ ആവുമ്പോൾ മദേഴ്സ് പി ടി എ എങ്ങനെ രൂപീകരിക്കാം, മദേഴ്സ് പി ടി എയിൽ എത്ര മെമ്പർമാർ വേണം തുടങ്ങിയിട്ട് മദേഴ്സ് പി ടി ലക്ഷ്യങ്ങൾ എന്തൊക്കെയാവണം, അതിനൊക്കെ വ്യക്തമായ നിർദ്ദേശങ്ങൾ ആ ബുക്കിലുണ്ട്. അത് ലൈഫ് ലോങ് യൂസ് ചെയ്യാനുള്ള ബുക്കാണ്. മനസ്സിലായിക്കോളൂ. അതിനു വേണ്ടി തയ്യാറാക്കിയതാണ്. എക്സാം പാസ്സായാലും മാത്രമല്ല, ലൈഫ് ലോങ് യൂസ് ചെയ്യാനുള്ളതാണ് കേട്ടോ. എന്നാലോ കണ്ടമാനം കണ്ടന്റൊക്കെ ഇട്ടുകാണ്ട് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. കണ്ടന്റ് മാക്സിമം ചുരുക്കിയിട്ടുണ്ട്. കാരണം ഞാൻ ഈ ഫീൽഡിൽ ഒരു 10-18 കൊല്ലമായി. 18 കൃത്യമായിട്ട് പറയുകയാണെന്ന് വെച്ചെങ്കിൽ 2007 മോണ്ടിസോറി ട്രെയിനിങ് ആരംഭിച്ചത്. ഈ സ്പോക്കൺ ഇംഗ്ലീഷ് ആരംഭിച്ചത് 2001. എന്നാൽ ടീച്ചറായി ജോലി ആരംഭിച്ചത് 98. അന്ന് ഞാൻ ഡിഗ്രി 2ാം വർഷ വിദ്യാർത്ഥിയാണ്. അന്ന് ക്ലാസ് എടുക്കാൻ തുടങ്ങിയതാണ്. ഓക്കെ കേട്ടോ. അപ്പോൾ ആ വെളിച്ചത്തിൽ ഞാൻ ഒത്തിരി തയ്യാറാക്കിയതാണ്. അപ്പോൾ നിങ്ങൾ മുമ്പിലെല്ലാം തയ്യാറായി കഴിഞ്ഞു. ഇനി ഞാൻ പറഞ്ഞല്ലോ, കുടുംബങ്ങളിൽ ആ പേര് വന്നു കഴിഞ്ഞു, നിങ്ങൾ മോണ്ടിസോറി ടീച്ചർ ആവാൻ പോവുകയാണെന്ന് വന്നു കഴിഞ്ഞു. ഇനി പെട്ടുകാണ്ട് ഫുൾ ടൈം ഹൗസ് വൈഫ് ആയി മാറരുത്. ഹൗസ് വൈഫ് ആയിക്കോളൂ, അത് നമുക്ക് വേണ്ട കാര്യമാണ്. നമ്മളെ മക്കൾക്കും നമ്മളെ കുടുംബത്തിനും വേണ്ട ഫുഡ്, മറ്റു കാര്യങ്ങൾ നമ്മൾ തന്നെ നോക്കണം. നമ്മളെ വീടിൻ്റെ ഫിനാൻസ് മിനിസ്റ്റർ നമ്മൾ തന്നെയാണ്, നിങ്ങൾ തന്നെയാണ്. നിങ്ങളെ വീട്ടിൻ്റെ ഫിനാൻസ് മിനിസ്റ്റർ പ്ലസ് എന്താ പറയുക, ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മിനിസ്റ്ററൊക്കെ നിങ്ങൾ തന്നെയാണ്, വേറെ ആരുമില്ല. മനസ്സിലായല്ലോ? ഓക്കെ. ഒരുപാട് അധികാരങ്ങളും അവകാശങ്ങളും ഉത്തരവാദിത്വം നിങ്ങളെ മേലുണ്ട്. സമൂഹം നിങ്ങളിന്ന് ഒരു നല്ലൊരു ടീച്ചറെ ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ. എന്തായാലും ക്രിസ്ത്യൻ ലഗാഡയുടെ 1-2 പോയിന്റ്സുകളും ഒന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ഇന്ന് സ്പോക്കൺ അല്ല, ഞാൻ ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് അങ്ങനെ പറഞ്ഞു പോയതാണ്. ക്രിസ്ത്യൻ ലഗാഡെ ആരായിരുന്നു? ക്രിസ്ത്യൻ ലഗാഡെ ഫ്രാൻസ് എന്ന യൂറോപ്യൻ, ഏറ്റവും വലിയ പുരോഗതി പ്രാപിച്ച യൂറോപ്യൻ രാജ്യങ്ങളിൽപ്പെട്ട ഒരു രാജ്യമാണ് ഫ്രാൻസ്. നിങ്ങൾ +2 മിക്കവാറും അവരുടെ ഒരു സ്പീച്ച് പഠിച്ചിട്ടുണ്ടായിരിക്കും. സ്ത്രീ ശാക്തീകരണത്തിൻ്റെ വക്താവായിരുന്നു. വിമൻ എംപവർമെൻറ്റിന് വേണ്ടി തൻ്റെ ലൈഫ് ഒഴിഞ്ഞു വെച്ച ഒരു മഹത് വ്യക്തിയാണ് ക്രിസ്ത്യൻ ലഗാഡെ. അവർ ഫ്രാൻസിൻ്റെ ഫസ്റ്റ് ഫിമെയിൽ ഫിനാൻസ് മിനിസ്റ്റർ, 1ാമത്തെ വനിതാ ധനകാര്യമന്ത്രിയായിരുന്നു. പിന്നീട് ഒരുപാട് സ്ഥാനങ്ങൾ അവർ എന്താ പറയുക ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അവർ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി നിങ്ങളടുത്ത് പറയുകയാണ് അല്ലേ. ഒരു സ്ത്രീ, ഒരു പുരുഷൻ നന്നായി കഴിഞ്ഞാൽ അയാൾ മാത്രമേ നന്നാവുള്ളൂ. എൻ്റെ ഈ ക്ലാസ് ഏതെങ്കിലും പുരുഷന്മാർ കേൾക്കുന്നുണ്ടെങ്കിൽ കേട്ടോ, ഞാനൊരു പുരുഷനാണ് എങ്കിലും ഈ കാര്യം പറഞ്ഞ വിഷമമുണ്ട്. ഒരു പുരുഷൻ നന്നായാൽ അയാൾ മാത്രമേ നന്നാവുള്ളൂ. എന്നാൽ ഒരു സ്ത്രീ നന്നായാൽ കുടുംബം പ്ലസ് സമൂഹം കഴിഞ്ഞില്ല. ഗാന്ധിജി കുറച്ചും കൂടി അങ്ങോട്ട് എടുത്ത് പറഞ്ഞു.
രാഷ്ട്രം വരെ. ക്രിസ്ത്യൻ ലഗാർഡ് സമൂഹം വരെ പറഞ്ഞിട്ടുള്ളൂവെങ്കിൽ ക്രിസ്ത്യൻ ലഗാർഡയെ ഉദ്ധരിച്ച എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളിലൂടെ എന്ന ബുക്കിലൂടെ ഗാന്ധിജി പറഞ്ഞു അത് രാഷ്ട്രം വരെ നിർമ്മിക്കും. അതുകൊണ്ട് രാഷ്ട്രത്തിൻ്റെ പുനർ സൃഷ്ടിയിൽ സ്ത്രീയുടെ പങ്ക് ഡിസൈസീവാണ്, നിർണായകമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, നിങ്ങളിന്ന് ഒരു നല്ല ടീച്ചറെ സമൂഹം ആഗ്രഹിക്കുന്നുണ്ട്, ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ടീച്ചറാവുന്നത് നിങ്ങളുടെയോ നിങ്ങളുടെ കുടുംബത്തിൻ്റെയോ മാത്രം ആവശ്യകതയല്ല. ഇപ്പം സമൂഹത്തിൻ്റെ ആവശ്യകതയാണ്, ജനത്തിൻ്റെ ആവശ്യകതയാണ്, നമ്മുടെ നാടിൻ്റെ ആവശ്യകതയാണ്. അങ്ങനെ മനസ്സിലാക്കണം, അങ്ങനെ മനസ്സിലാക്കിയേ പറ്റൂ. ആ അർത്ഥത്തിൽ പഠിച്ചു നോക്കൂ. നാളെ തന്നെ കോഴ്സ് നിന്ന് പിരിഞ്ഞു പോകരുത്. പഠിച്ചോനെ ഇത് കുടുങ്ങിയ സാറ് പറഞ്ഞപ്പോഴാണ് നേരം വെളുത്തത്, ഇത് വലിയ പണിയായപ്പോൾ. ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ, അതൊക്കെ നമുക്കുള്ളതാണ്. യെസ്, അപ്പം നമുക്ക് നല്ല റെസ്പെക്റ്റ് കിട്ടും. നമ്മൾ റെസ്പെക്റ്റബിൾ അല്ല, നമ്മൾ റെസ്പെക്റ്റബിൾ പേഴ്സണാലിറ്റി ആയിട്ട് മാറുകയും ചെയ്യും. ഓക്കെ, സോ ഇന്ന് നമ്മൾ ഒരു ടീച്ചർക്ക് വേണ്ട കാര്യങ്ങളും ഉത്തരവാദിത്തങ്ങളും ലക്ഷ്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിലേക്ക് പോയിട്ടില്ല, ആരൊന്നും വിചാരിക്കരുത്. ഗ്രൂപ്പിൽ വന്നുകാണ്ട് ഇന്ന് ഇംഗ്ലീഷ് പറഞ്ഞില്ല എന്ന് പിന്നെ കമൻറ്റ് ചെയ്യരുത് കേട്ടോ. ഇന്ന് നമ്മുടെ ഇംഗ്ലീഷ് ഫസ്റ്റ് ക്ലാസ്സായി എടുക്കുകയാണ്. കമ്മ്യൂണിക്കേറ്റീവ് ക്ലാസ്സുകൾ എന്തായാലും ഇനി ഫോളോ ചെയ്യുമോ, ഞാൻ അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ഇനി ക്ലാസ്സിൽ ഞാൻ ഗ്രൂപ്പിലൊക്കെ പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഇത്ര മതിയല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും, ഇന്ന് ഇംഗ്ലീഷ് പ്രതീക്ഷിച്ച് വന്ന് നിങ്ങൾക്ക് ഇംഗ്ലീഷ് കിട്ടിയില്ല എന്നുള്ളൊരു പരാതി ഉണ്ടാവും. എന്തായാലും നിങ്ങൾക്ക് വേണ്ടത് തന്നെയാണ് ഞാൻ ഷെയർ ചെയ്തത്. ഓക്കെ ഓക്കെ അല്ലേ എല്ലാവർക്കും? അല്ല ഓക്കെ അല്ലേ എല്ലാവർക്കും? യെസ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പിന്നെ മൈക്കോണാക്കി പറയാട്ടോ, കുഴപ്പമൊന്നുമില്ല. നമുക്ക് വേണ്ട കാര്യങ്ങൾ ബുക്ക് ഞാൻ നാളെ ഗ്രൂപ്പിൽ ഒരു പോസ്റ്റ് വിട്ടുട്ടോ. കുറച്ച് ആൾക്കാരെ പേര് ടൈപ്പ് ചെയ്തേക്കുന്നുണ്ട്. ബുക്ക് ലഭിക്കാത്തവർ ഇന്നെ ഇവരെ അറിയിക്കണം. ഓക്കെ, സോ എന്നാൽ ഇനി ഓരോരുത്തരായി ക്ലാസ്സിന് ലെഫ്റ്റ് ആയിക്കോളൂ. നമ്മളിന്ന് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ക്ലാസ് നമുക്ക് അടുത്ത ആഴ്ചയിലേ ഉണ്ടാവുള്ളൂ കേട്ടോ. സ്പോക്കണുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൻ്റെ മുമ്പ് നിങ്ങളെ ഗ്രൂപ്പിൽ അറിയിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ടെക്സ്റ്റ് ബുക്കിന് പേയ്മെൻറ്റ് ചെയ്തിട്ട് ബുക്ക് ലഭിക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ വാട്സപ്പിൽ ഒന്ന് വന്നുകൊണ്ട് ഒരു വോയിസ് അയക്കും കേട്ടോ. എൻ്റെ പേഴ്സണൽ നമ്പറിൽ, ഗ്രൂപ്പിൽ വേണ്ട, എൻ്റെ പേഴ്സണൽ നമ്പറിൽ ഒരു വോയിസ് അയച്ചാൽ മതി. പിന്നെ ID കാർഡ് ആർക്കും അയച്ചിട്ടില്ല. ID കാർഡ് ഇനിയിപ്പോൾ ഏകദേശം 60-70 പേർക്ക് ഒന്നിച്ച് അയക്കാനുണ്ട്. അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇന്ന് ഒരു 50 കുട്ടികളുടെ ID കാർഡിൻ്റെ ഇത് പൂർത്തിയായിട്ടുണ്ട്. ഇനി പ്രിൻറ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. 10 കൂടി ഡിസൈൻ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞാൽ ഒന്നിച്ച് പ്രിൻറ്റ് ചെയ്തങ്ങാട്ട് ഒരു ഒക്ടോബർ 5-ന്റെയും 10-ന്റെയും ഇടയിൽ നിങ്ങളുടെ കയ്യിലെത്തുന്ന വിധത്തിൽ ഇവിടുന്ന് സെൻഡ് ചെയ്യുന്നതാണ്. ഓക്കെ കേട്ടോ. ബുക്ക് ലഭിക്കാത്തവർ വാട്സപ്പിൽ ഒന്ന് വിവരം അറിയിച്ചോളൂ. ഞാനതിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, സോ നമുക്കിത് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ. ഗുഡ് നൈറ്റ് വിത്ത് സ്വീറ്റ് ഡ്രീംസ്.